ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് കറന്റ് ലൂപ്സ് രൂപപ്പെടുത്തുന്നതിനാൽ ആറ്റത്തിന് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ലഭിക്കുന്നു. ആറ്റങ്ങൾക്ക് ഒന്നിലധികം ഇലക്ട്രോൺസ് ഉള്ളതിനാൽ ഈ ഇലക്ട്രോണുകൾ പെയർ ചെയ്യപ്പെടുകയും ഇങ്ങനെ ഇലക്ട്രോണുകൾ പെയർ ചെയ്യപ്പെടുമ്പോൾ അവ രൂപപ്പെടുത്തുന്ന കറന്റ് ലൂപ്സ് വിപരീത ദിശയിലേക്കായിരിക്കും. അങ്ങനെ അവയുടെ മാഗ്നറ്റിക് മൊമെന്റ് ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആറ്റത്തിൽ അറ്റ്ലീസ്റ്റ് വൺ അൺപെയർഡ് ഇലക്ട്രോണെങ്കിലും ഉണ്ടെങ്കിൽ അവയിൽ മാഗ്നറ്റിക് മൊമെന്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയും അവ ടൈനി മാഗ്നറ്റ്സിനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നു. ഇലക്ട്രോണുകൾ കംപ്ലീറ്റ്ലി പെയർ ചെയ്യപ്പെട്ട ആറ്റത്തിനടുത്തേക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവരുമ്പോൾ ഈ ലൂപ്പിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യപ്പെടുകയും ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ലെൻസസ് ലോ പ്രകാരം ഇത് ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള കറന്റിന്റെ ഡയറക്ഷനിലേക്കായിരിക്കും EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ആ കറന്റിനെ കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ ഇൻഡ്യൂസ്ഡ് EMF ഈ കറന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ ഈ കറന്റിനെ വീക്ക് ആക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവിടെ ചെറിയ മാഗ്നറ്റിക് മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും അവ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്നു. അവയുടെ ഓറിയന്റേഷൻ എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതിനാൽ അവ റിപ്പല് ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ ആറ്റം മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡക്ഷൻ കാരണം റിപ്പല് ചെയ്യുന്ന ഫിനോമിനയാണ് ഡയാമാഗ്നറ്റിസം. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ ഡയാമാഗ്നറ്റ്സ് എന്ന് വിളിക്കുന്നു. എക്സ്റ്റേണൽ മാഗ്നറ്റിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്ന കാരണത്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇൻഡക്ഷൻ നടക്കുകയും അത് ഈ കറന്റ് ക്യാൻസൽ ചെയ്യപ്പെടാനും അങ്ങനെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് അതിന്റെ മാഗ്നറ്റിസം നഷ്ടമാവുകയും ചെയ്യുന്നു. അൺപെയർഡ് ഇലക്ട്രോണുകളുള്ള കേസിൽ ആറ്റങ്ങൾ മാഗ്നറ്റിനെ പോലെ ബിഹേവ് ചെയ്യപ്പെടുകയും വ്യത്യസ്ത ദിശയിലേക്ക് ഓറിയന്റ് ചെയ്യപ്പെട്ട ഈ ആറ്റങ്ങളുടെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ക്യാൻസൽ ചെയ്യപ്പെടുകയും എന്നാൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഈ ടൈനി മാഗ്നറ്റ്സ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യപ്പെടുകയും അങ്ങനെ ഈ മെറ്റീരിയൽസ് സ്ലൈറ്റ്ലി മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മെറ്റീരിയൽസ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്ന ഫിനോമിനയാണ് പാരാമാഗ്നറ്റിസം. ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനെ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നു. തെർമൽ വൈബ്രേഷൻസ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിലുള്ള ഇത്തരത്തിലുള്ള അലൈൻമെന്റിനെ തടസ്സപ്പെടുത്തുന്നതിനാൽ ഹയർ ടെമ്പറേച്ചറിൽ പാരാമാഗ്നറ്റിസം ഡിക്രീസ് ചെയ്യപ്പെടുന്നു.